ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഈക്വൽ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിൽ പേജ് നമ്പർ 36 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ്. നമ്മൾ ഇനി ഇവിടെ 4th ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. 4th ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ ഏരിയാസ് ഓഫ് ഈച്ച് ദ ട്രയാങ്കിൾ ബിലോ. 2 ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏരിയ, ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക? ഹാഫ് ബി എച്ച് ആണ് അല്ലേ. ബി എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ ബേസ്, എച്ച് എന്ന് പറയുന്നത് ഏതാണോ ബേസ് എടുക്കുന്നത് അതിൽ നിന്നും അതിന്റെ കോർണറിലേക്കുള്ള ലെങ്ത് ആണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഇതാണ് ഇവിടുത്തെ ബേസ് ആക്കി എടുക്കുന്നത്. അപ്പൊ ഇവിടെ ട്രയാങ്കിളിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല. ബേസ് 8 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ബാക്കി റിമൈനിങ് 2 സൈഡ്സ് 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആവുമല്ലോ. ആവും അല്ലെ. അപ്പൊ ഞാൻ ഈ സെന്ററിൽ നിന്ന്, ഈ കോർണറിൽ നിന്ന് താഴേക്ക് ഒരു കറക്റ്റ് ഒരു ലൈൻ വരച്ചാല് അത് കിട്ടുന്നതായിരിക്കും നമ്മുടെ എച്ച്. അപ്പൊ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഞാൻ ഈ കോർണറിൽ നിന്ന് നേരെ താഴേക്ക് വരച്ചാല് ഈ സൈഡും ഈ സൈഡും എന്താവും? ഈക്വൽ ആവും. അതായത് ഇവിടെ 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ എത്രയാവും? ഇവിടെ 4 ആവും, ഇവിടെയും 4 ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് കിട്ടും. ഇത് 5, ഇവിടെ 4. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 2നും ഈക്വൽ ആണ്. അപ്പൊ ഇതൊരു ഈക്വൽ ട്രയാങ്കിൾ ആണ് കിട്ടി. ഇനി ഈ ഹൈറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിനിവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാല് ഇതൊരു ഹൈറ്റ്, ഇത് ഇവിടുത്തെ ഹൈറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞേ. ഇത് നമ്മളൊരു പെർപെൻഡിക്കുലർ ആണ്, അല്ലെങ്കിൽ ഒരു ലംബമായിട്ട് വരയ്ക്കുന്നതാണ്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും ആംഗിൾ? ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഈ ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? അതൊരു മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ആണ് എന്ന് പറയാം അല്ലെ. എന്താണ് ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാല്? ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു 90 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിളിനാണ് നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ റൈറ്റ് ട്രയാങ്കിളിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കർണം അല്ലെങ്കിൽ ഹൈപ്പോടെന്യൂസിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ്. ഇതിൽ ഹൈപ്പോടെന്യൂസ് സ്ക്വയർ is equal to hypotenuse square is equal to altitude square plus base square ആണ്. അതായത് കർണം സ്ക്വയർ എന്ന് പറയുന്നത് ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ ആണ്. ഇതാണ് പൈതഗോറസ് തിയറം പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ. ഈ ഒരു പോർഷനാണ് നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് എടുക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗമാണ് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട്? ഏറ്റവും വലിയ ഭാഗമാണ് എന്ത്? കർണം. നമ്മളിവിടെ താഴെ ഇരിക്കുന്ന ഭാഗം നമ്മളെപ്പോഴും പാദമായിട്ട് എടുക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് കിട്ടേണ്ടത്? ലംബമാണ് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ലംബം കണ്ടുപിടിക്കാം? നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഏതാണ്? ഹൈപ്പോടെന്യൂസ് സ്ക്വയർ is equal to altitude square plus base square. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ നമുക്ക് എങ്ങനെ കിട്ടും? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ is equal to ഈ ബേസ് സ്ക്വയറിന് ഇപ്പുറത്തേക്ക് എടുത്താൽ മതി അല്ലേ. അപ്പൊ എന്ത് വരും? ഹൈപ്പോടെന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്നാവും അല്ലെ. ഇനി ഇവിടെ ഞാൻ വെറുതെ നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് ഈ ട്രയാങ്കിൾ ഒരു പേര് കൊടുക്കുകയാണ്, ABC. ഈ ഒരു പോയിന്റ് ഞാൻ D എന്നെടുത്തു. നമുക്കിവിടെ ADയുടെ ലെങ്ത് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ AD എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? AD സ്ക്വയർ is equal to എന്ത് കണ്ടുപിടിക്കാം? AB സ്ക്വയർ മൈനസ് ഈ ഇവിടുത്തെ റൈറ്റ് ട്രയാങ്കിളിലെ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പാദം അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? BD സ്ക്വയർ. AB സ്ക്വയർ എത്രയാണ്? AB സ്ക്വയർ ഓൾറെഡി തന്നിട്ടുണ്ട്, 5 സ്ക്വയർ ആണ്. BD എന്ന് പറയുന്നത് 4 സ്ക്വയർ ആണ്. അപ്പൊ ഇത് എത്ര വരും? 5 സ്ക്വയർ എന്ന് പറഞ്ഞാല് 25 മൈനസ് 16 എന്ന് വരും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. AD സ്ക്വയർ is equal to 9 കിട്ടി. അപ്പൊ AD എന്ത് വരും? ഈ സ്ക്വയർ ഇപ്പുറത്തേക്ക് പോയി എന്ത് വരും? √9 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? √9 എന്ന് പറയുന്നത് 3. അതായത് ഈ ഒരു ലെങ്ത് നമുക്ക് എത്ര കിട്ടി? 3 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഏരിയ ഇനി കണ്ടുപിടിക്കാലോ. ഈ ഒരു മൊത്തം ട്രയാങ്കിൾ ഏരിയ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ബേസ് ഇവിടെ എത്രയാണുണ്ട്? ടോട്ടൽ ലെങ്ത് എടുക്കണം, 8 സെന്റിമീറ്റർ, ഹൈറ്റ് 3 സെന്റിമീറ്റർ ആണുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഈക്വൽ ടു
എത്ര വരും? ഹാഫ് BH ആണ്. ഇവിടെ ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 3 ആണ്. ഇനി ഈ 2ഉം 8ഉം കൂടെ ക്യാൻസൽ ആക്കാലോ. അപ്പൊ എന്ത് വരും? 4 വരും. 4 into 3 എന്ന് പറയുന്നത് എത്രയാണ്? 12 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എത്രയായിരിക്കും? 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അതുപോലെ നമുക്ക് വേറൊരു ട്രയാങ്കിളും കൂടെ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ രണ്ട് വശം എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. ഈ ബേസ് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ഇവിടത്തെയും ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഇതാണ് നമ്മുടെ H. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മൾ ABCD എന്ന് പേര് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? AD കണ്ടുപിടിക്കണം. അപ്പൊ AD കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞു AD സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? AB സ്ക്വയർ മൈനസ് BD സ്ക്വയർ ആയിരുന്നു അല്ലെ. ഇവിടെ AB എത്രയാണ്? AB 5 ആണ്. 5 സ്ക്വയർ മൈനസ് ടോട്ടൽ 6 ആണ്. അപ്പൊ ഇവിടെ എത്ര വരും? ഇവിടെ 3 വരും. 3 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 16 കിട്ടും. AD സ്ക്വയർ 16 കിട്ടി. അപ്പൊ AD എന്താവും? സ്ക്വയർ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ √16 ആവും. √16 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പൊ നമുക്ക് ഈ ലെങ്ത് എത്ര കിട്ടി? 4 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാലോ. ഏരിയ ഈക്വൽ ടു ഹാഫ് BH ആണ്. ഇവിടെ ബേസ് എത്രയാണ്? ബേസ് ടോട്ടൽ എടുക്കണം. അപ്പൊ എത്ര വരും? 6 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്ത് എന്താവും? 2 ആവും. ദെൻ 6 into 2 എന്ന് പറയുന്നത് എത്ര വരും? 12 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് എത്ര തന്നെ കിട്ടി? 12 സെന്റിമീറ്റർ സ്ക്വയർ തന്നെ കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഗിവൺ ദ വൺ ആംഗിൾ ഓഫ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ഈസ് 70 ഡിഗ്രി. വാട്ട് കാൻ വി സേ അബൌട്ട് അതർ ആംഗിൾസ്? ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ 70 ഡിഗ്രി ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, രണ്ട് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരു ആംഗിൾ അൺഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് രണ്ട് കേസ് എടുക്കാം. ഒന്ന്, ഇത് രണ്ടുമാണ് നമ്മുടെ ഈക്വൽ ആയ ആംഗിൾ എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ എന്താവാം? ഇത് 70 ഡിഗ്രി ആയിക്കൂടെ? രണ്ട് ആംഗിളും 70 ഡിഗ്രി ആവുന്ന കേസ് വരാം അല്ലെ. ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാല് ഇത് അൺഈക്വൽ ആയിട്ടുള്ള ആംഗിൾ എടുക്കാലോ. ഈ രണ്ട് ആംഗിൾ ആണ് ഈക്വൽ. ആ മൂന്നാമത്തെ ആംഗിൾ ആയിട്ട് 70 ഡിഗ്രി എടുക്കാലോ. അപ്പൊ നമുക്ക് രണ്ട് കേസ് കിട്ടും അല്ലെ. കേസ് 1 എന്താണ്? 70 ഡിഗ്രീസ് ഈക്വൽ ആംഗിൾ. അപ്പൊ ഇവിടുത്തെ രണ്ടും 70 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ അൺഈക്വൽ ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ നമുക്ക് 180 ഡിഗ്രി ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ പോരെ. 70 പ്ലസ് 70 വരും, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? 180 മൈനസ് 140 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. അതായത് ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്ത കേസ് എന്താണ്? ഈ 70 ഡിഗ്രി ആണ് ഈക്വൽ അല്ലാത്ത ആംഗിൾ എന്ന് എടുക്കാം. കേസ് 2, ഇഫ് 70 degree is unequal angle. അപ്പൊ അത് അൺഈക്വൽ ആംഗിൾ ആണെങ്കിൽ എന്ത് വരും? ഇനി വരുന്ന ആംഗിളിന്റെ കറക്റ്റ് പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലെ. നമുക്ക് എന്ത് പറയാം? ആ ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈക്വൽ ആംഗിൾ ഈക്വൽ ടു 180 മൈനസ് 70 ചെയ്യാം. അതിന് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് ഒരു ആംഗിള് കിട്ടും. 180 മൈനസ് 70 എന്ന് പറയുന്നത് എത്രയാണ്? 110 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 55 ഡിഗ്രി. അതായത് ഇവിടെ എത്ര വരും? ഇവിടെ 55 വരും. ഇവിടെ എത്ര വരും? ഇവിടെയും 55 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി നോൺ ഈക്വൽ ഐസോസിലസ് ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ വിത്ത് വൺ ആംഗിൾ 70 ഡിഗ്രി ആൻഡ് വൺ സൈഡ് 8 സെന്റിമീറ്റർ. നമുക്ക് ഇതേപോലെ ഒരു ആംഗിൾ 70 ഡിഗ്രിയും ഒരു സൈഡ് 8 സെന്റിമീറ്റർ ആയ എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഒന്നല്ലെങ്കിൽ 70 ഡിഗ്രി എന്ന് പറയുന്നത് ഈക്വൽ ആംഗിൾസിന്റെ കൂട്ടത്തിലാകാം, അല്ലെങ്കിൽ എന്താവാം? അൺഈക്വൽ ആംഗിൾസിന്റെ കൂട്ടത്തിലാകാം അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഒരു സൈഡ് നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു? 8 സെന്റിമീറ്റർ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ 70 ഡിഗ്രി അൺഈക്വൽ സൈഡിലാണ് എടുക്കുന്നത്. അൺഈക്വൽ ആംഗിൾ ആയിട്ട് 70 ഡിഗ്രി എടുത്തു.
അപ്പം ഈ സൈഡും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇവിടെയുള്ള രണ്ട് ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി ഞാൻ ഇതെന്താക്കി, ഇത് 8 സെന്റിമീറ്റർ എന്ന് എടുക്കാൻ പറ്റില്ലേ? ഇനി ഞാൻ വേറൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഇതുപോലെ 70 ഡിഗ്രി എന്താണ്? അൺഈക്വൽ ആംഗിൾ തന്നെയാണ്. പക്ഷെ 8 സെന്റിമീറ്റർ നമുക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റില്ലേ? അപ്പൊ അടുത്ത ട്രയാങ്കിൾ എങ്ങനെ വരും? ഇവിടെ 70 ഡിഗ്രി തന്നെ വരും, ഇത് 8 സെന്റിമീറ്റർ എന്ന് വരും. ഇത് രണ്ടും എന്താണ്? അൺഈക്വൽ ആംഗിളിന്റെ കേസാണ്. ഇനി ഈക്വൽ ആംഗിളിന്റെ കേസിലും ഇങ്ങനെ തന്നെ വരയ്ക്കാലോ. ഈക്വൽ ആംഗിളിന്റെ കേസിലാവുമ്പോൾ നമ്മുടെ 70 ഡിഗ്രി എവിടെ വരും? ഇവിടെ വരും അല്ലേ? അതുപോലെ ബേസ് നമുക്ക് 8 സെന്റിമീറ്റർ ആക്കാലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഒന്നുകൂടെ വരയ്ക്കാം. സൈഡ് ലെങ്ത് എത്ര കൊടുക്കാം? 8 സെന്റിമീറ്റർ കൊടുക്കാം. അപ്പൊ നമുക്ക് വേറൊരു ട്രയാങ്കിളും കിട്ടും. എങ്ങനെ കിട്ടി? ഇവിടെ 8 സെന്റിമീറ്റർ ആണ്, അതുപോലെ 70 ഡിഗ്രി ഈക്വൽ ആംഗിളും ആണ്. നമുക്ക് ഇവിടെ എത്ര ട്രയാങ്കിൾ കിട്ടി? 4 ട്രയാങ്കിൾ കിട്ടി അല്ലേ? അപ്പൊ ഇനി നമ്മൾ എങ്ങനെ വരച്ചാലും ഈ ഒരു ട്രയാങ്കിളിന്റെ കൂട്ടത്തിലേ ആവുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എത്ര ട്രയാങ്കിൾ വരയ്ക്കാം? 4 ട്രയാങ്കിൾ വരയ്ക്കാം. ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം ഞാൻ അൺഈക്വൽ സൈഡിൽ 70 ഡിഗ്രി എടുത്തു. അപ്പൊ ഇങ്ങനെ വന്നു, അൺഈക്വൽ സൈഡിൽ 70 ഡിഗ്രി വന്നു, ബേസ് 8 സെന്റിമീറ്റർ വന്നു. ഇനി ഈക്വൽ സൈഡ്സിൽ ഏതെങ്കിലും ഒന്ന് 8 സെന്റിമീറ്റർ ആയിട്ട് എടുക്കാലോ. അപ്പൊ ഇവിടെ രണ്ടും 8 സെന്റിമീറ്റർ വരും, അതുപോലെ അൺഈക്വൽ സൈഡിൽ 70 ഡിഗ്രിയും വരും. ഇനി രണ്ടാമത്തെ കേസ് എങ്ങനെയായിരുന്നു? ഈക്വൽ ആംഗിൾ ആയിട്ട് 70 ഡിഗ്രി എടുത്തു. അവിടെയും ഞാൻ എന്താക്കി? ഫസ്റ്റ് ബേസ് എടുത്തു, പിന്നെ ഈക്വൽ സൈഡ്സും 8 സെന്റിമീറ്റർ ആക്കി എടുത്തു. അങ്ങനെ നമുക്ക് ടോട്ടൽ 4 ട്രയാങ്കിൾ കിട്ടി. അപ്പൊ ഇതോടുകൂടി നമ്മുടെ 8ാം ക്ലാസ്സിലെ ഈക്വൽ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു.